ഓയ് നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന വിഭവത്തിന്റെ പേരാണ് മൈദ ദോശ. പേരിൽ തന്നെ ഒരു വെറൈറ്റി ഇല്ല. അപ്പൊ തിന്നുമ്പോഴും ആ സെയിം വെറൈറ്റി ഉണ്ടാവണം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് കുറച്ചേ ഉള്ളൂ. നമുക്ക് കുറച്ച് മൈദ വേണം, പിന്നെ കുറച്ച് തേങ്ങ മതി കേട്ടോ, കുറച്ച് മതി. പിന്നെ ഉപ്പ്, വെള്ളം, ഒരു ഗ്ലാസ് വെള്ളം എടുത്തോ, പിന്നെ ഗീയും. ഇത്രയും വേണ്ടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് മൈദ എടുക്കണം. മൈദേൻ്റെ അകത്ത് നമുക്ക് ആദ്യം ഇച്ചിരി ഉപ്പ് അങ്ങിട്ട് കൊടുക്കാം. ഇച്ചിരി ഉപ്പ് അങ്ങിട്ട് കൊടുക്കാം. ഉപ്പ് അങ്ങിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ എടുത്തു വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം കുറച്ച് കുറച്ച് വെള്ളം എടുത്തിട്ട് നമുക്ക് മാവാക്കാം. നമ്മൾ ചെയ്തപ്പോൾ ഇതൊരു പാറ്റേൺ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് സ്റ്റൗവിലേക്ക് മാറ്റാം. ഇപ്പം നമ്മൾ ദോശ ഇട്ടിട്ടുണ്ട്. നമ്മൾ ദോശ കഴിഞ്ഞു. ഇനി ചട്ടെടുക്കാം. ഇത് കുറച്ചൊരാവട്ടെ. നമുക്ക് അതിന് മേലേക്ക് ഗീ ഇട്ട് കൊടുക്കാം. ഗീ ഇട്ടിട്ടുണ്ട്. നോക്കട്ടെ. നമ്മള് ദോശ ഇപ്പൊ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ദോശ ഉണ്ടാക്കുമ്പോ നെയ്യിടുമ്പോ കൈപ്പൊള്ളാതെ ശ്രദ്ധിക്കുക. നമ്മള് മൈദ ദോശ അടിപൊളിയായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. ചിക്കൻ കറി ഉണ്ടെങ്കിൽ വീട്ടിൽ ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ചിക്കൻ കറിയുടെ കൂടെ കഴിച്ചാൽ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. സോ വൺസ് അഗൈൻ താങ്ക് യു ഓൾ.